തണ്ടുരുളും തടിയുരുളും തടിമേയൊരു ചെറിയ കുരുമുളകുരുളും. നിങ്ങൾക്ക് എന്നെ പോലെ പറയാൻ പറ്റോ? പിന്നെ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു ചെറിയ കുരുമുളകുരുളും. നിനക്ക് വേറെ ഒരെണ്ണം പറയാൻ പറ്റോ? ആന അലറലോടലറൽ. അല്ല, ബെറ്റി പറയാൻ പറ്റും. അതെങ്ങനെയാ പറഞ്ഞേ? Betty bought some butter, but the butter was bitter, so she bought better butter to make bitter butter better. ഓ, എന്നാ ഞാൻ വേറെ ഒരെണ്ണം പറയട്ടെ. She sells seashells on a seashore. അത് പറയാൻ പറ്റോ? പറ്റില്ലേ? എനിക്ക് പറ്റും. മോനെ അങ്ങോട്ട് നീങ്ങിയിരുന്നേ. ഇങ്ങനെ പറയാമോ? खड़क सिंह के खड़कने से खड़कती है खिड़की, खिड़कियों के खड़कने से खड़कता है खड़क सिंह. ഓ, ഇതെന്താണിത്? എന്താ? ഇങ്ങനെ പറയാൻ പറ്റുമോ എല്ലാവർക്കും? പിന്നെ ഞാനൊരു സ്പീച്ച് തെറപ്പിസ്റ്റാ, പറഞ്ഞുതരാലോ. ഓക്കെ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്? പബ്ലിക് സ്പീക്കിംഗ് താല്പര്യമുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ. നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ആക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, സിംഗേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ടങ് ട്വിസ്റ്റേഴ്സ്. ഈവൻ കുട്ടികൾക്ക് വരെയും, ഈ നാക്കിൽ കെട്ടുള്ള കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേറെ മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. അതുകൂടാതെ നോർമലി സംസാരിക്കുമ്പോൾ ക്ലാരിറ്റിക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ടങ് ട്വിസ്റ്റേഴ്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. കുട്ടിക്കാലത്ത് ക്ലാരിറ്റി പ്രശ്നം മാനേജ് ചെയ്യാതെ വലുതായതിനു ശേഷവും പ്രശ്നം കൊണ്ടു നടക്കുന്നവർക്ക് ഈ ടങ് ട്വിസ്റ്റേഴ്സിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിലെ ട്രീറ്റ് ചെയ്യാണ്ട് അഡൽട്ട്ഹുഡിലേക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട് സ്പീച്ചിന്, അത് എന്ത് ടൈപ്പ് ഇഷ്യൂ ആണെന്നുള്ളത് നോക്കണം. അതിന് ചിലപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് ആവശ്യം വരും, അല്ലെങ്കിൽ പ്രോപ്പർ സ്പീച്ച് തെറപ്പിയും വേണ്ടി വരും. എക്സ്പെഷ്യലി ഇപ്പോൾ സ്റ്റട്ടറിങ്, ഈ വിക്ക് പറയും, അല്ലാതെ ലിസ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് സ്പീച്ച് തെറപ്പി എടുക്കണം. ടങ് ട്വിസ്റ്റേഴ്സ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് വല്ലാതെ ഉയർത്താൻ പറ്റില്ല? ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, നല്ല കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക്. കാരണം ഇപ്പൊ തന്നെ സാറ് ഒരു വലിയൊരു ഹിന്ദിയിലൊരു ടങ് ട്വിസ്റ്റർ പറഞ്ഞു, ഞാൻ തന്നെ ഇങ്ങനെ ഞെട്ടിയിരുന്നു. കാരണം അപ്പൊ അത്രയും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്പീച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താ നമുക്കൊരു നിത്യവും ചെയ്യാൻ പറ്റുന്ന ഒരു ടങ് ട്വിസ്റ്റർ എന്താണ്? നമ്മുടെ ലാംഗ്വേജ് തന്നെ എടുക്കുക. ഏത് ലാംഗ്വേജ് ആണോ, ഇപ്പൊ എനിക്ക് പ്രിഫറൻസ് ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ബെറ്റി ബോട്ട് സം ബട്ടർ, ബട്ടർ വാസ് ബിറ്റർ, സോ ഷി ബോട്ട് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ. അപ്പൊ അത് ഞാൻ പഠിച്ച് എനിക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു പെൻ അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുക്കുക, നമ്മളത് ടീത്തിന്റെ നടുക്ക് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് യു ട്രൈ സ്പീക്കിംഗ് ബെറ്റി ബോട്ട് സം ബട്ടർ, ബട്ടർ വാസ് ബിറ്റർ, സോ ഷി ബോട്ട് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ. ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം പറ്റില്ലേ? മലയാളവും പറ്റും. ആന അലറലോടലറൽ. എത്ര മിനിറ്റ് പ്രാക്ടീസ് ചെയ്യണം? ഒരു 10 to 15 മിനിറ്റ്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മതി. ഭയങ്കര യൂസ്ഫുൾ ആണ്. കുറച്ചൊരു കൂടുതൽ സമയത്ത് ഗെയിമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഗുണം ചെയ്യും അല്ലേ? ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ബോറടിക്കണേക്കാളും നല്ലത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക. ഒരു 1 വീക്ക് ടൈം കൊടുക്കുക. നെക്സ്റ്റ് 1 വീക്കിനുള്ളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് ഈ ടങ് ട്വിസ്റ്റർ പറയണേന്ന് നോക്കുക. ഒരു ടങ് ട്വിസ്റ്റർ കൂടെ പറയാമോ? പീറ്റർ പൈപ്പർ picked a peck of pickled peppers. എന്താ പറയാൻ പറ്റുമോ? എന്താ? പീറ്റർ പൈപ്പർ picked a peck of pickled peppers. പീറ്റർ പൈപ്പർ picked the peck of pickled peppers. ഉടനെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ച് പാടാ. പക്ഷെ ഞാൻ പറയും പ്രാക്ടീസ് ചെയ്തിട്ട്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. വിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.